യൂനുസ് നബിയും ഇതേപോലെ ഒരു പ്രവാചകൻ, ദഅവത്ത് അല്ലാഹു ഏൽപ്പിച്ചൊരു പ്രവാചകൻ, ആ ജീവിതത്തിനിടയിൽ സംഭവിച്ചൊരു സംഭവവും യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അകപ്പെട്ട ആ ഒരു പ്രയാസവും അള്ളാഹു എടുത്തു പറഞ്ഞ് യൂനുസ് നബി അള്ളാഹുവിനോട് ദുആ ചെയ്ത സന്ദർഭം. വദന്നൂനി ഇദ് ദഹബ മുഗാദിബൻ ഫظن അൻ ലൻ നഖ്ദിറ അലൈഹി ഫനാദാ ഫിൽ ദുലുമാത്. അല്ലേ, നമ്മൾ വിശദീകരിച്ചു. അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മത്സ്യത്തിന്റെ വയറ്റിനകത്ത് നിന്ന് യൂനുസ് ചെയ്ത ദുആ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു അവന് ഉത്തരം നൽകുന്നതാണ്. അപ്പൊ ആ ദുആന്റെ പ്രാധാന്യമാണ്. ലാ ഇലാഹ ഇല്ലാ അൻത, അള്ളാഹുവെ ആരാധനക്കർഹനായിട്ട് ഇബാദത്ത് ചെയ്യാൻ, കാര്യങ്ങൾ ഇടപെടിപ്പിക്കാൻ നീയല്ലാതെ വേറെ ആരുമില്ല അള്ളാഹുവെ. അല്ല, എല്ലാം അള്ളാഹുവിനെ സമർപ്പിക്കുന്നൊരവസ്ഥ, വേറെ ആരുമില്ലാത്തൊരവസ്ഥ. സുബ്ഹാനക, അള്ളാഹുവെ നീ പരിശുദ്ധനാണ്, നീ എല്ലാ ഐബിൽ നിന്നും, എല്ലാ ന്യൂനതയിൽ നിന്നും മുക്തനാണ്. ഉറക്കമില്ലാത്തവൻ, ക്ഷീണമില്ലാത്തവൻ, അശക്ത ഇല്ലാത്തവൻ, എല്ലാത്തിൽ നിന്നും നീ മുക്തനാണ്. ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമം ചെയ്തു പോയി അള്ളാഹുവേ, ഞാനൊരു പ്രയാസം, ഞാനൊരു തെറ്റ് ചെയ്തു പോയി അള്ളാഹുവേ, ഞാൻ അക്രമിയായിപ്പോയി. അള്ളാഹുവിൻ്റെ മുമ്പിൽ യൂനുസ് ആകുന്ന പ്രവാചകൻ, യൂനുസ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ മുമ്പിൽ വെച്ച ദുആ, ആ വാക്കുകൾ വളരെ പ്രധാനമാണ്. നമ്മൾ ദുആ ചെയ്യുമ്പോഴും നമ്മൾ ആദ്യം അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത്, റുബൂബിയത്ത് അള്ളാഹുക്ക് മുമ്പിൽ വെക്കണം. പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകന്മാരുടെ എല്ലാവരുടെയും ദുആക്ക് മുമ്പിൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിന് അവർ വെച്ചിട്ടുണ്ട്. റബ്ബ്, റബ്ബന, റബ്ബേ എന്ന് വിളിച്ചാണ് എല്ലാ പ്രവാചകന്മാരും ദുആ ചെയ്യുന്നത്. ഓരോ പ്രവാചകന്മാരുടെ ദുആ എടുത്ത് പരിശോധിച്ചാൽ റബ്ബന, റബ്ബേ, ആരാണ് റബ്ബ്?